ഇന്നൊരു യാത്രയുണ്ട് കർണാടകയ്ക്ക്. നമ്മുടെ ലാമയില്ലേ, അദ്ദേഹത്തിന്റെ അത്യാവശ്യം. തന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചാൽ കയ്യിലൊരു മൊബൈൽ പോലും ഇല്ലല്ലോ. വെല്ലച്ചിനെ വിളിച്ചാൽ പിന്നെ 100 ചോദ്യമായിരിക്കും. ഓ, അപ്പൊ അതുകൊണ്ടാണ് ഇതുവഴി വന്നത്. അല്ല, പോകുന്നതിന് മുന്നേ തന്നെ നേരിട്ട് കാണണമെന്ന് തോന്നി. അപ്പൊ അത് സമ്മതിച്ചു തരാൻ ഈഗോ സമ്മതിക്കുന്നില്ല. ഒരു ഈഗോ ഇല്ല തമ്പുരാട്ടെ. താൻ നാട്ടിലെ നമ്പറിങ് തന്നെ. എന്തായാലും തന്നെ ഒരു ദിവസം തെരഞ്ഞു വരേണ്ടതല്ലേ? ഉറപ്പാ? ഉറപ്പല്ലേ? നമ്പർ 04 ഓ സോറി. ആ പറയടേ. നീ അവിടെ വെയിറ്റ്. ഞാൻ എന്തു പറ്റി ജോ? അത് ഞാൻ വന്നിട്ട് പറയാം. ദേവു, നീ ബാഗ് ഒന്ന് വെക്കോ, ഞാൻ വരുമ്പോ എടുത്തോളാം. തലേന്നാൾ സോങ് പാങ്ങിനോടൊപ്പം എന്നെ കാണാമെന്ന ലാമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഒരു ധ്യാനത്തിലെന്നതുപോലെ ആ മഞ്ഞിൽ സോങ് പാങ് ലാമ മരിച്ചു മരവിച്ചു കിടന്നു. ഷിംലയിൽ എനിക്കുണ്ടായിരുന്ന ഏക സുഹൃത്ത്, ആശ്വാസം, അഭയം. വിശ്വസിക്കാനായില്ല. നേരെ വിരുണ്ടപ്പോൾ സോങ് പാങ് എന്നെ ഏൽപ്പിച്ച ബാഗ് തിരികെ വാങ്ങാൻ ഞാൻ ദേവയാനിയുടെ താമസസ്ഥലത്ത് ചെന്നു. എന്താ ഈ നേരത്ത്? ഞാൻ ദേവയാനിയെ. ദേവയാനിയോ? അവള് പോയല്ലോ. പോയോ? എവിടെ? അപ്പോ നിങ്ങളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അവളപ്പോ നിങ്ങളെയും പറ്റിച്ചു അല്ലേ? പറ്റിക്കാനോ? അത്യാവശ്യമാണ്. ഞാൻ പെട്ടെന്ന് പോകാന്നൊക്കെ പറഞ്ഞ് മുങ്ങിയപ്പോ തന്നെ എനിക്ക് തോന്നി അവക്ക് ഇവിടെ എവിടുന്നോ കാര്യമായിട്ട് എന്തോ തടഞ്ഞിട്ടുണ്ടെന്ന്. സർ, ഞാൻ നിങ്ങളുടെ ഒപ്പം വന്ന ദേവയാനിയെ കുറിച്ചാണ് ചോദിച്ചത്. അതേ കുഞ്ഞേ, ആ ദേവയാനി തന്നെ. അവളൊരു കള്ളിയാ. കാര്യം അവൾ എൻ്റെ അകന്ന ബന്ധുവാ. അച്ഛനും മരിച്ചു, അമ്മയും മരിച്ചു. സുഖമില്ലാത്ത അമ്മൂമ്മയും സഹോദരിയെയും സംരക്ഷിക്കാനുള്ള കഷ്ടപ്പാട് കണ്ടിട്ടാ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൂടെ കൂട്ടുന്നത്. പക്ഷെ പറയണമല്ലോ, എനിക്കിങ്ങനെ വരുമ്പോഴൊക്കെ വലിയ സഹായമാണ്. പക്ഷേ ഇടയ്ക്ക് ഇതാ സ്വഭാവം. നിങ്ങൾ അവളുമായിട്ട് അടുത്തിടപഴകുന്ന കണ്ടപ്പോഴേ വിലക്കണമെന്ന് കരുതിയില്ല. പിന്നെ ഞാനങ്ങ് കാശ് വല്ലതും പോയായിരുന്നു. അവളുടെ വീട്, ഫോൺ നമ്പറോ മറ്റോ? തട്ടിപ്പാർക്ക് നാടും വീടും വല്ലതും ഉണ്ടോ? ഫോൺ നമ്പർ എന്നും പറഞ്ഞ് എത്ര നമ്പർ വേണമെങ്കിലും തരാം. പക്ഷെ ഒന്നിലും അവളെ കിട്ടത്തില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ വേണേ പോലീസിലൊരു പരാതി കൊടുക്കുക. വൈകുന്നേരം 4:30 സിംല ഡൽഹി ബസ്സിലാണ് അവൾ ഇവിടുന്ന് പോയിരിക്കുന്നത്. എനിക്കിത്രയൊക്കെ അറിയത്തുള്ളൂ. അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചു പുലർന്നു. ഷിംല ദില്ലി ബസ്സിലാണ് അവൾ പോയതെന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. എന്നെ വിശ്വസിപ്പിച്ചേൽപ്പിച്ച ആ മതഗ്രന്ഥം നഷ്ടപ്പെട്ടതിലാണോ, ആദ്യമായി സ്നേഹിച്ച പെൺകുട്ടി ചതിച്ചതിലാണോ ഞാൻ തകർന്നു പോയത്
എന്നെനിക്കറിയില്ല. ഞാൻ അറിയാതെയാണെങ്കിലും ആ ബുദ്ധസന്യാസിക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നൽ. പിന്നെ എനിക്ക് ഷിംലയിൽ നിൽക്കാനായില്ല. ഞാൻ അവിടെ വിട്ടു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ വന്നതെല്ലാം ദുരന്തങ്ങളായിരുന്നു. അതിന് ഇതിനു മാത്രം എന്തു ദുരന്തങ്ങളാ നിനക്കുള്ളത്? നിങ്ങളെക്കാൾ ഇനി എന്തു ദുരന്തം വരാൻ. ഇവൻ ഷിംലയിൽ നിന്ന് വന്നതിന്റെ പിറ്റേ ദിവസമല്ലേ സാറ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചിറങ്ങിയത്. ജോ, നീ ഇനി എന്നൊക്കെ പറഞ്ഞാലും അവളോടൊപ്പം, അതിനി എങ്ങോട്ടാണേലും എന്ത് കാര്യത്തിനാണേലും ഞാനില്ല. അവളോടൊപ്പം ഡുയറ്റ് പാടി പ്രേമിക്കാനൊന്നും അല്ലല്ലോ നിന്റെ അടുത്ത് പറഞ്ഞത്. എങ്ങനെയെങ്കിലും ആ മീരാമമ്മന്റെ കയ്യും കാലും പിടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാനാ. എനിക്ക് ഒരുത്തരം കൈയും കാലും പിടിക്കാൻ പറ്റൂല. ജോ, എന്റെ ഇവന്റെയും വീട്ടിലെ പട്ടിണിയും പരിവട്ടവും ഒക്കെ വിട്ടേക്ക്, ഇങ്ങേരുടെ കാര്യവും വിട്ടേക്ക്. പക്ഷെ നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ മാത്രം കണ്ടു ശീലിച്ച ഒരു അമ്മച്ചിയുണ്ട് നിനക്ക്. നിന്റെ വീടിന്റെ ജപ്തിയും കഴിഞ്ഞ് അവര് തെരുവിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോ നിന്നെ ജയിലിൽ വന്ന് കാണാനുള്ള വണ്ടിക്കൂലി പോലും അവരുടെ കയ്യിലുണ്ടാവില്ല. എന്നോ പറ്റിച്ചുപോയ ഒരു പെണ്ണിനോടുള്ള വൈരാഗ്യമാണ് നിനക്ക് അതിനേക്കാൾ വലുതെങ്കിൽ നമുക്കിവിടെ തന്നെ ഇരിക്കടാ, പച്ചിലെന്തെന്ന് പോലീസ് വരുന്നവരെ. വാടാ. മീര, നമ്മളെന്താ ഇവിടെ ഈ ഹോട്ടലില്? ഞാൻ അങ്കിളിനെ വിളിച്ചു പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ റൂം ബുക്ക് ചെയ്തു. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ഇവിടുത്തെ മൊണസ്ട്രികൾ കാണാൻ പോവാം. ഈ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തെന്ന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഇവിടെ താജിൽ റൂം ബുക്ക് ചെയ്തതല്ലേ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ റൂം ക്യാൻസൽ ചെയ്തല്ലോ. ഇതിപ്പോ ഫുൾ ക്യാഷും അടക്കുകയും ചെയ്ത്. അതിനിവിടെ താജ് ഹോട്ടൽ ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. അതെന്ത്? ഇവൻ ബാംഗ്ലൂർ താജിന്റെ കാര്യമാണ് പറയുന്നത്. എടാ, ബഞ്ചാപുരാ, അത് ബാംഗ്ലൂർ. കൺഫ്യൂസ്ഡ് ആയി. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോവാമേ. ബാംഗ്ലൂരാണ്. ഹലോ മലയാളീസ്, ഇതാര്? ഐ മൊയ്തീൻ, 80 years experience, travel field. Welcome to Banjapura, nice to meet you. മലയാളം പോരെ മൊയ്തീനക്ക? അതോ ദേവൂട്ടി, ഇതെപ്പ ഇറങ്ങി ജയിലിന്ന്? don't mistake me boys. ചെറിയൊരു കഞ്ചാവ് കേസ്, 1 year prison. Now no case, only tourism. പുള്ളിക്കാരിയുടെ കമ്പനിക്കാര് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, മൊയ്തീനക്ക ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളതാ. കഞ്ചാവിനെ കല്യാണം കഴിച്ച മൊയ്തീന നാട്ടില് പറയാ. പക്ഷെ ഉപദ്രവം ഒന്നുമില്ല കേട്ടോ. താങ്ക് യു മോളെ. അപ്പോൾ ബഞ്ചാപുരയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ജസ്റ്റ് കോൾ മൊയ്തീൻ, ഓക്കെ? അല്ല, ആ സാറിനെ ഞാൻ എവിടെയോ എന്നെയാ? ഇല്ലല്ലോ. അല്ല കണ്ടിട്ടുണ്ടോ? അത്രയ്ക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ അതായിരുന്നു ഇവൻ. ശരി മൊയ്തീൻ, ഞങ്ങൾ വിളിക്കാം. ഓക്കെ സിസ്റ്റർ, മൈ കാർഡ് ദിസ്, എനി ടൈം കോൾ, ഓക്കെ? ഓക്കെ. ശരി മൊയ്തീൻ. അല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് തിരയുന്നുണ്ടോ മീര? എല്ലാ പെയിന്റിങ്സും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നല്ലോ. 5 Tibetans, അതാണ് ഞാൻ അന്വേഷിക്കുന്ന പെയിന്റിങ്ങിന്റെ പേര്.
70s ടിബറ്റൻ കലാപത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയപ്പെടുന്ന ആ പെയിന്റിംഗ് ഇവിടെ ബഞ്ചാപുരിയിലെ ഏതോ ഒരു ബുദ്ധക്ഷേത്രത്തിലുണ്ട് എന്ന് ഗവേഷകർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ ഇവിടുത്തെ കർശനമായ നിയമങ്ങൾ കാരണം പെയിന്റിംഗ് ഉള്ള പ്രാർത്ഥനാ മുറികളിൽ ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. അതിവിടെ ഉണ്ടോ? അതിവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. ഈ മൊണാസ്ട്രിയിലെ മേലധികാരികളാകട്ടെ ഗവേഷകരുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. 5 ടിബറ്റൻസ്, അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് കിട്ടിയ എന്റെ ഈ റിസർച്ച് അത് ഇന്ത്യയിൽ തന്നെ ഒരു അത്ഭുതമായിരിക്കും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ മൊണാസ്ട്രി ഉണ്ടല്ലോ, നമുക്ക് അവിടെ തപ്പാം. ഇവരുടെ ചെലവിൽ ഇന്ത്യ മുഴുവൻ കറങ്ങാടാ, പോലീസും പിടിക്കും.